ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസിയായി ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില എന്നിവയാണ്. കൂടാതെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫും നമ്മൾ എടുത്തിട്ടുണ്ട്. ബീഫ് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചെറിയുള്ളി 250 ഗ്രാമാണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി ഇതിലോട്ട് ചേർക്കാം. നാലഞ്ച് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് പച്ചമുളകിൻ്റെ നെട്ടി കളഞ്ഞതാണ് ഒരു 5 എണ്ണം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞതാണ്, അത് നമുക്കിതിലോട്ട് ചേർക്കാം. ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മല്ലി പൗഡർ 3 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മല്ലി പൗഡറാണ് ഇതിൽ ഏറ്റവും പ്രധാനം, അത് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി 1.5 ടീസ്പൂണാണ്, എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്കിതിലോട്ട് പെപ്പർ പൗഡറാണ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കറുകാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം നല്ലത്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി മറിയുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിക്കുന്നത്. ഇതിനെ അടച്ച് വെച്ച് നമുക്ക് ഗ്യാസിലോട്ട് വെക്കാം. കുറച്ച് സമയമായി, നമുക്ക് നോക്കാം. ഫസ്റ്റ് വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ 8 വിസിൽ വരണം, എന്നാലും ബീഫ് വേവുള്ളൂ, നന്നായി വേവണം. അപ്പോഴേക്കും നമുക്ക് വറവിടാനായി കുറച്ച് കറിവേപ്പില, മല്ലിയില, കുറച്ച് ചെറിയുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എത്രയും കൂടുതലിടുന്നോ അത്രയും ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും നമുക്ക് കറിക്ക്. അപ്പോൾ ലാസ്റ്റത്തെ വിസിലും വന്നിട്ടുണ്ട്. ചെറിയുള്ളി, മല്ലിയില, കറിവേപ്പില അതൊക്കെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇനി വറവിടാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ചെറിയുള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പത്തുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഉണക്കമുളക് 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന്. പിന്നെ കറിവേപ്പില ഇട്ട് നല്ല ഒന്ന് വഴറ്റി കൊടുക്കുക.
മല്ലിയില പെട്ടെന്ന് വഴണ്ട് കിട്ടും നമുക്ക്, അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. മല്ലിയില ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാം. കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഹായ്, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വഴറ്റിയത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് അടിമറിയോളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ബീഫ് കറി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.